ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് പാസ്ബുക്ക് പ്രകാരമുള്ള ഡിപ്പോസിറ്റ് ബാലൻസിൽ നിന്നുകൊണ്ടാണ്. നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അത് വർക്കൗട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ മെയ് മാസം 31-ാം തീയതി 2017 മെയ് മാസം 31-ാം തീയതിയാണ് നമ്മളൊരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ഇവിടെ നമുക്കുള്ളത് പാസ്ബുക്ക് പ്രകാരമുള്ള ഡിപ്പോസിറ്റ് ബാലൻസ് ആണ് 45,000 രൂപ. ഡിപ്പോസിറ്റ് ബാലൻസ് ആയതുകൊണ്ട് നമ്മൾ ആഡ് കോളത്തിൽ ആ ബാലൻസിനെ എഴുതി. ഇനി ഒന്നാമത്തെ കാരണം നോക്കാം. മെയ് മാസം 31-ാം തീയതി ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ അത് ഇതുവരെ ബാങ്കിൽ പ്രസന്റ് ചെയ്തില്ല. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ക്യാഷ് ബുക്ക് കുറയും, പാസ്ബുക്ക് കുറയത്തില്ല. പാസ്ബുക്ക് കുറയണമെന്നുണ്ടെങ്കിൽ ചെക്കുമായിട്ട് ആ ബാങ്കിൽ ആൾ ചെല്ലണം, എങ്കിൽ മാത്രമേ പാസ്ബുക്ക് കുറയൂ. ഇവിടെ പാസ്ബുക്ക് കൂടി നിൽക്കുന്നു, ക്യാഷ് ബുക്ക് കുറഞ്ഞു നിൽക്കുന്നു. പാസ്ബുക്കിനെ ക്യാഷ് ബുക്കിൻ്റെ ഒപ്പം എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്ബുക്കിനെ എന്ത് ചെയ്യണം? 25,940 രൂപയ്ക്ക് കുറയ്ക്കണം. ക്ലിയർ? രണ്ടാമത്തേതായിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ട് ചെക്ക് 3,900 രൂപയുടെയും 2,350 രൂപയുടെയും ചെക്ക് മെയ് മാസം 31-ന് ഡിപ്പോസിറ്റ് ചെയ്തതാണ്. പക്ഷേ അത് ബാങ്ക് കളക്ട് ചെയ്തത് ജൂൺ മാസം 2017-നാണ്. അതിനർത്ഥം മെയ് മാസം 31-ാം തീയതി എന്ന് പറയുന്ന ആ ഡേറ്റിൽ പാസ്ബുക്കിൽ ഈ എമൗണ്ട് വന്നിട്ടില്ല. ഓക്കെ, അതായത് മെയ് മാസം 31-ാം തീയതി ക്യാഷ് ബുക്ക് കൂടി നിൽക്കുന്നു, പാസ്ബുക്ക് കുറഞ്ഞു നിൽക്കുന്നു. പാസ്ബുക്കിനെ ക്യാഷ് ബുക്കിൻ്റെ ഒപ്പം എത്തിക്കാൻ വേണ്ടിയിട്ട് പാസ്ബുക്കിനെ എന്ത് ചെയ്യണം? കൂട്ടണം. 6,250 രൂപ. അടുത്തതായിട്ട് പറയുന്നത് ഒരു 2,500 രൂപയുടെ ചെക്ക് ഡിസോണറായി. ഡിസോണർ ആകുമ്പോൾ തന്നെ ബാങ്ക് പാസ്ബുക്കിനെ കുറയ്ക്കും, പക്ഷേ ക്യാഷ് ബുക്ക് കുറയില്ല. അതായത് പാസ്ബുക്ക് കുറഞ്ഞു നിൽക്കുന്നു, ക്യാഷ് ബുക്ക് കൂടി നിൽക്കുന്നു. പാസ്ബുക്കിനെ ക്യാഷ് ബുക്കിനോടൊപ്പം എത്തിക്കാൻ വേണ്ടിയിട്ട് പാസ്ബുക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? 2,500 രൂപയ്ക്ക് തിരിച്ച് കൂട്ടണം. ഓക്കെ, ഇത്രയുമാണ് വ്യത്യാസത്തിന് കാരണമായ ട്രാൻസാക്ഷനുകൾ. നമ്മളത് എൻ്റർ ചെയ്യുന്നു, ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബാലൻസ് കിട്ടും. അതിനെ നമ്മൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന രൂപത്തിൽ എഴുതും. അപ്പോൾ ഇതാണ് 27,810 രൂപയാണ് ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാലൻസ്. ഇങ്ങനെയാണ് ഡിപ്പോസിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് നിന്നും നമ്മളൊരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, താങ്ക് യു.